നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസ് സജീവമായി ഒരാഴ്ച പിന്നിടുമ്പോൾ കുവൈറ്റിലെത്തിയത് 7000-ലേറെ പേരാണ്. ഏകദേശം 7582 പേരാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. 85 യാത്രാ വിമാനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നിന്ന് എത്തിയത്. ഇന്ത്യക്ക് പുറമെ ഈജിപ്തിൽ നിന്ന് 89 വിമാനങ്ങളിലായി 10261 പേർ കുവൈറ്റിൽ വന്നെത്തി. ഈ കണക്കുകൾ സെപ്റ്റംബർ 5 മുതൽ 11 വരെയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതേ രീതിയിൽ തന്നെയാണ് സർവീസ് തുടരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിദിനം പരമാവധി യാത്രക്കാരുടെ എണ്ണം 10,000-ൽ പരിമിതപ്പെടുത്തിയതിനാൽ ഇപ്പോൾ ടിക്കറ്റുകൾക്ക് വൻ നിരക്കാണ് ഈടാക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് പ്രതിദിനം 768 സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് വർദ്ധിപ്പിച്ചുള്ള ഉത്തരവിനായി കാത്തിരിക്കുകയാണ് പ്രവാസികളെല്ലാം. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളം പൂർണ്ണശേഷിയിലേക്ക് മടങ്ങുകയാണ്. 3 ഘട്ടങ്ങളിലായി 100% സർവീസുകൾ ആരംഭിക്കുമെന്ന് DGCA അധികൃതർ വ്യക്തമാക്കി. നിലവിൽ 50% സർവീസുകൾ പോലും ആരംഭിച്ചിട്ടില്ല. പ്രതിദിനം 40 വിമാന സർവീസുകളിലായി 10,000 യാത്രക്കാരാണ് കുവൈറ്റിൽ വന്നിറങ്ങുന്നത്. അടുത്ത ഘട്ടം 200 വിമാനങ്ങളിലായി 20,000 യാത്രക്കാരെ എത്തിക്കാനാണ് നീക്കം. 3-ാം ഘട്ടത്തിൽ പ്രതിദിനം 300 വിമാനങ്ങളിലായി 30,000 യാത്രക്കാർക്കുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് പദ്ധതി. അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനും അധികൃതർ ആലോചിക്കുന്നുണ്ട്. കോവിഡ് സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷം കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണശേഷിയിൽ ആരംഭിക്കാനാണ് അധികൃതർ തയ്യാറെടുക്കുന്നത്. 2 ആഴ്ചയ്ക്കകം പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിക്കുവാനാണ് നീക്കം. അതേസമയം കുവൈത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറയാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ത്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുവൈത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് അടുത്ത മാസത്തോടെ കുറയുമെന്നാണ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. ഈ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് കുവൈറ്റിലേക്കുള്ള വിമാന സർവീസ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ ടിക്കറ്റ് നിരക്കിൽ 30% കുറവുണ്ടായതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് 350 മുതൽ 400 ദിനാറിൽ താഴെ എത്തിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ ഇത് കോവിഡിന് മുൻപുള്ള നിരക്കിലേക്ക് തിരികെ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.